നമസ്കാരം, എൻ്റെ പേര് തൊപ്പി അല്ല നിഹാദ്. എൻ്റെ പേര് നിഹാദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സ്ട്രീമറാണ്, യൂട്യൂബറാണ്, ബ്ലോഗറാണ്, പിന്നെ ഒരു ആക്ടർ ആണെന്നാണ് ആഗ്രഹം. പിന്നെ അതെല്ലാരും ഉള്ളിലുള്ള ആഗ്രഹം. നിനക്കൊരു ആക്ട്രസ് ആകാൻ ആഗ്രഹമില്ലേ? തീരെ. അപ്പൊ നിന്റെ ഗോൾ എന്താ? നിന്റെ ഗോൾ തട്ടിയും മുട്ടിയും ഭൂമിക്ക് ഭാരമാവാണ്ട് ഏതെങ്കിലും എന്നാലും ഒരു പ്രൈം ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഏറ്റവും അങ്ങനെ ആഗ്രഹിച്ചില്ല. അപ്പൊ ഈ ഇന്റർവ്യൂവർ ആയിട്ട് ആങ്കർ ആയിട്ട് തന്നെയാണ്, ആങ്കറിന്റെ തന്നെ ടോപ്പിലെത്താനാണോ? അത് ആഗ്രഹമുണ്ട്. പിന്നെ സിനിമ വന്ന വേണ്ടാന്നൊന്നും വെക്കൂല. എന്തിലോട്ടാ ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു തൊപ്പി ഇപ്പോൾ ഒരു 1 year 2 yearൽ ഇപ്പോഴാണ് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കണതല്ലേ? എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസ് മടുത്തു തുടങ്ങിയോ? അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് തുടങ്ങാൻ? ഞാൻ ആകെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മടുത്തു തുടങ്ങാൻ മാത്രം അത്രയും ഇന്റർവ്യൂസ് ഞാൻ കൊടുത്തില്ല. ആകെ 2-3 ഇന്റർവ്യൂ കൊടുത്തില്ല. ഇത് എന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ഇന്റർവ്യൂ ആണ്. പക്ഷെ തൊപ്പിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ്. കാരണം അത്രയും ആൾക്കാർ തൊപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തൊപ്പിന്റെ ഇന്റർവ്യൂ വൈറലാവും. ഇപ്പം തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വിട്ടു, ഇപ്പൊ നിഹാദാണ്. അപ്പൊ എന്റെ അത്ര വൈറലാന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു നോർമൽ മൂഡിലേക്ക് പോയി ഓൾറെഡി. അപ്പം വൈറലാവുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റിയ സമയമാണ്. സമയം 2:30 രാത്രി 2:30 മണിക്കാ നമ്മള് അല്ല ഈ ടൈമിലല്ലേ തൊപ്പി കൂടുതൽ ആക്റ്റീവ് ആവാ? കൂടുതലും ഞാൻ മാത്രല്ല, ഇപ്പം പൊതുവെ എല്ലാരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പാതിരാത്രി ആയിരിക്കും. പഴയ പോലെ അല്ലല്ലോ. എല്ലാവരും ആൾക്കാരെല്ലാം കൂടുതൽ സംസാരിക്കുന്ന, ഒന്നിച്ചിരുന്ന് ചിറ്റ്ചാറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കെല്ലാം ശേഷം. തീർച്ചയായും നല്ല സമയം. ഓക്കെ. അപ്പം തൊപ്പി മുന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പിയാണെങ്കിൽ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്ന ഒരാളാണെന്ന്. പക്ഷെ ഇപ്പൊ തൊപ്പിനെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ! തൊപ്പി സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ്. അപ്പോൾ തൊപ്പി അത് ശരിക്കും പറഞ്ഞ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ശരിക്കും അത്രയും വലിയൊരു ട്രാൻസിഷനാണ് ലൈഫിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ തൊപ്പി എങ്ങനെ നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങനെ വിട്ടു പോകുന്നില്ല. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നമ്മളെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈവ് ഓണാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബോറിംഗ് സൈഡ് അവിടെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സോഷ്യൽ ആങ്സൈറ്റി കുറച്ച് സമയത്തേക്ക് മറക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതങ്ങനെ മാറി വേറൊരാളാവാനൊന്നും ആർക്കും പറ്റൂല. ഇപ്പൊ ഞാൻ പണ്ടുണ്ടായ അതേ മൈൻഡ് സെറ്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉള്ളത്. എൻ്റെ ആങ്സൈറ്റി ഒന്നും മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഒരു സഭയിൽ പോയിട്ടിരുന്ന പേടി തന്നെയാണ്. പിന്നെ ഇങ്ങനെ പിന്നെ വെച്ചാൽ പഴയ പോലെ അല്ല. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്. പണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, 0 ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് ആൾക്കാരുണ്ട് ചുറ്റും, നമ്മളെ ഗ്യാങ് ഉണ്ട്, നമുക്കറിയുന്ന ഫ്രണ്ട്സ് ആൾക്കാരും. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കാരണമായിരിക്കും കുറച്ചുകൂടി മൈൻഡ് കുറച്ച് മാറി. ഇപ്പം നല്ല അത്ര വലിയ പേടിയൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇപ്പത്തെ ലൈഫ് തൊപ്പി എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? എത്ര ഹാപ്പിയാണ് ഇപ്പോ? ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സീറോയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ല, സീറോ എന്ന് പറഞ്ഞില്ലേ? എവിടെ സീറോ എന്ന് പറഞ്ഞേ? ഞാൻ സീറോ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ പക്ഷെ സീറോയിൽ നിന്ന് വന്ന ഒരാള് തന്നെയാണ് ഞാൻ. ശരിയാണ്, കാര്യമാണ്. ഓക്കെ. അപ്പം ഇപ്പം സീറോ എന്ന് പറയാം. ഹീറോ ആയോന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഹീറോ ആയി. ഒരുപാട് പേര് മൊത്തത്തില് ഞാൻ ഹീറോ ആയിട്ടൊന്നും. തൊപ്പിക്ക് ഇപ്പൊ കഴിഞ്ഞ സുമ്മയൊക്കെ കിട്ടിയില്ലേ? വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? അതും ഗേൾസ് ഫാൻസിന്റെ. ഞാൻ കൊറേ തപ്പിട്ടോ അത് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ആരാന്ന്. ആ പെണ്ണ് വന്ന് പെട്ടെന്ന് ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോ ഗ്ലാസിന്റെ കാറിന് ഗ്ലാസ് കത്തി ഒരു ഉമ്മ കിട്ടി, ഒരു ഫോട്ടോ എടുത്ത ആള് പോയതാ. പിന്നെ ഒരു ഐഡിയ ഇല്ല ആളാരാന്നോ, എന്താ പേര് ഞാൻ പറഞ്ഞത്. പക്ഷെ ആളാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ കൊറേ തപ്പി. ഞാൻ എനിക്ക് വന്ന മെസ്സേജ് എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി, പക്ഷെ ആളെനിക്ക് കിട്ടിയില്ല. ഞാൻ കൊറേ നോക്കി. അത് ഭയങ്കര ഞാൻ ശരിക്കും ഇങ്ങനെ വണ്ടറായി പോയി. അങ്ങനെയൊന്നും ലൈഫിൽ അങ്ങനത്തെ ഫസ്റ്റ് കിസ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫാൻ മൊമെന്റ്സ് വേറെ ഉണ്ടായിട്ടുണ്ടോ? തൊപ്പി ശരിക്കും ഞെട്ടിപ്പോയ ഫാൻ മൊമെന്റ്സ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇത്രയും ആൾക്കാർ ഇപ്പം
നടക്കുന്ന ഫാൻ മൊമെന്റ്സ് എല്ലാം റിപ്പീറ്റ് ആവുന്ന പോലെ. ഇപ്പം ഈ പറഞ്ഞ ഉമ്മ കിട്ടിയ കേസ് മാത്രമേ എനിക്ക് പെട്ടെന്ന് എക്സൈറ്റ് അത്ഭുതപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ, എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. പബ്ലിക് തന്നെ കണ്ടാലും ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഞെട്ടിപ്പോയ മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം തൊപ്പി പണ്ടത്തെ ലൈഫിൽ ഇപ്പം പണ്ട് തൊപ്പിയായിരുന്നു, ഇപ്പം നിഹാദാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തൊപ്പിയുടെ ആ ലൈഫിൽ തൊപ്പി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ്? മിസ് ചെയ്യുന്ന കാര്യമോ? ഞാൻ ഒരിക്കലും ഒന്നും മിസ് ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് ചെയ്തത് എല്ലാം എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തിയായിട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണത്. കാരണം എന്താ പറയുക, ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല, ഞാൻ കാരണം എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനത്തെ ക്രേസി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം അത് കണ്ട് ഇൻസ്പയറായി നശിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെല്ലാം ആയതിനും കുറെ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഞാൻ ടോട്ടലി എന്തെങ്കിലും ആയിപ്പോ എനിക്കറിയില്ല. ലൈഫല്ലേ, എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ണട മാറ്റൂ, കണ്ണ് കാണാൻ പറ്റില്ല. സോറി. ഓക്കെ. അപ്പം പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന തൊപ്പിയുടെ ആ ഒരു കണ്ണട വെച്ചോട്ടെ. എക്സ്പോഷർ ആകുമ്പോൾ ആ ഒരു സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. ഇതല്ല നല്ലത്. എക്സ്പ്രഷൻ ഒന്നും അറിയാൻ പറ്റണില്ല ഫേസിൽ. തീരെ കുഴപ്പമില്ല. ആണോ? ഓക്കെ. കണ്ണിൽ നിന്ന് നമുക്ക് സത്യം പുറത്തു വരാണ്ടിരിക്കാനാണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ആ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. അത് തൊപ്പിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അതൊരു വെയിറ്റ് പോലെ തലയിൽ. അതായത് അത് വളർന്ന് ഭയങ്കര വലുതായി. ആദ്യമെല്ലാം ഓക്കെ ആയിരുന്നു, പിന്നെ വളർന്ന് വലുതായി വലിയ ഒരു ബാണ്ടക്കെട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് മുറിച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചതിന് ഇത്രയും വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചൊരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞത് മുറിച്ചതിന് ശേഷം. മുറിക്കുന്നവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്. മുടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഞാൻ ആ സമയത്ത് ഉണ്ടായ ക്യാരക്ടർ അടക്കം അത് മാറ്റി വെച്ചപ്പോൾ മൈൻഡിനും ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയി അതിന് ശേഷം.